ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടുകുമാങ്ങ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പം ഞാനൊരു 2 മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ പുറത്തേക്ക് വരും. അപ്പം ഞാൻ അടുപ്പിലേക്ക് ഒരു ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 മാങ്ങ ആയതുകൊണ്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമേ വരുന്നുള്ളൂ. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവയൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മൾ 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ തന്നെ കടുകും ചേർത്ത് അതും പൊട്ടിക്കഴിയുമ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. അതായത് ഈ എണ്ണയൊന്ന് തണുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഏകദേശം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ തീ ഓഫ് ചെയ്തില്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം എണ്ണ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടിയൊക്കെ ഒന്ന് ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്താ കണ്ടോ, ഇപ്പോൾ അത് ആ മാങ്ങയിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്നത് കണ്ടോ. ഇനി ഈ മാങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മാക്സിമം മതി. ഇതിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. മൂടി വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് പാകം ചെയ്തെടുക്കാൻ. ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇപ്പം പുറത്ത് നമ്മൾ ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഇത് 2 ദിവസം ഇരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ ഏകദേശം ഒരു 5 ദിവസമൊക്കെ നമുക്ക് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടുകുമാങ്ങയാണ്. മുളക് പൊടി ചേർക്കാൻ വേണ്ടി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായി. ഇപ്പം നമ്മൾ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. അല്ലാതെയാണ് ഞാനിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് തീ ഓൺ ചെയ്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിലേക്കാക്കി മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിച്ച് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങ നല്ല പാകമായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അതുപോലെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതേ നമ്മുടെ കടുകുമാങ്ങ റെഡിയായി. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.